അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിക്കുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാണ് ഉത്തരവ്. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശയിൽ അർജുനിലേക്ക് എത്താം. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ, ഇതിന്മേലാണ് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇത് അംഗീകരിക്കുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കാപ്പ ചുമത്തിയിരിക്കുകയാണ് അർജുൻ ആയങ്കിക്കെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെ, അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാപ്പ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത ഉള്ളതിനാലാണ് നടപടി. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ പല തരത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ അർജുൻ ആയങ്കി പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ അർജുൻ ആയങ്കിയെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. 7 വർഷത്തിനിടയിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് തടയുകയെന്ന ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ ഒരു കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഉത്തരവ് നടപ്പിൽ വരുത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ്. കാരണം അർജുൻ ആയങ്കിക്കെതിരെ നേരത്തെ തന്നെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കും, അതായത് പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ വെല്ലുവിളിച്ച ഒരു പശ്ചാത്തലത്തിൽ പരമാവധി അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പൂട്ടുക എന്ന് തന്നെയാണ് കേരള പോലീസ് ലക്ഷ്യം വെച്ചിരുന്നത്. സംസ്ഥാന സർക്കാരിനും അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള കേസുകൾ, അതിൽ സ്വർണം പൊട്ടിക്കൽ കേസുകളുണ്ട്, അതായത് സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പോലീസിനെ ഭീഷണിപ്പെടുത്തൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഇടപെട്ടതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ കാപ്പ ചുമത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി, കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് IAS ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ അർജുൻ ആയങ്കി കോതമംഗലത്ത്, അതായത് അവിടെയുള്ള കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയതും സമൂഹ മാധ്യമത്തിൽ ഭീഷണിപ്പെടുത്തിയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ അന്വേഷണത്തിന് വേണ്ടി അവിടെയുള്ള, അതായത് ഈ കോതമംഗലം പോലീസിന്റെ കേസ് അന്വേഷിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തിയെന്ന കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ കൈവശമാണുള്ളത്, അവരുടെ കസ്റ്റഡിയിലാണുള്ളത്. ആ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി, അവിടെയുള്ള അന്വേഷണം പൂർത്തിയാക്കി തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു ഉത്തരവുണ്ടാവുന്നത്. ഇനി എന്തായാലും കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾ കോടതിയെ ഉൾപ്പെടെ ബോധിപ്പിച്ചതിന് ശേഷം പിന്നീട് ഈ ജയിലിലേക്ക്, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ കടുത്ത ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി, അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗമായി സ്വീകരിക്കപ്പെടുന്നു. നേരത്തെ തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ ജില്ലാ കളക്ടർ നൽകിയിരുന്നു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം മുൻപ് അർജുൻ ആയങ്കി ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ, അത് തുടർച്ചയായ രീതിയിൽ ഒരു കേസിൽ ഉൾപ്പെട്ടു. അതായത് കോതമംഗലത്ത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോതമംഗലത്ത് SHOയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ടേക്ക് പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഇവിടെയുള്ള സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ആകെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടപെടൽ നടത്തിയത്. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അവർക്കെതിരെ
ഒരു കേസ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിൽ 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയെ വിട്ടത്. അതിനുശേഷം വീണ്ടും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുന്നു. അവിടെ നിന്നാണ് കോതമംഗലത്തേക്ക്, അതായത് എറണാകുളത്തേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുപോകുന്നത്. അവിടെ കോടതിയിൽ ഹാജരാക്കി അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും കാപ്പ ചുമത്തിക്കൊണ്ട് അർജുൻ ആയങ്കിക്കെതിരായിട്ടുള്ള നിലപാട് ഘടിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഒരു ശുപാർശ നൽകിയത്. ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവ്, കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിലിരിക്കുമ്പോഴാണ് പിടി വീഴുന്നത് അർജുൻ ആയങ്കിക്ക് എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ പിടിമുറുക്കുകയാണ്, കാപ്പ ചുമത്തിയിരിക്കുകയാണ് അർജുൻ ആയങ്കിക്കെതിരെ. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിക്കുകയായിരുന്നു. വിശദാംശങ്ങളാണ് അർജുൻ കല്യാൺ നൽകിയത്.